എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഗ്യാസ് നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കർശനമാക്കും, വില കൂടും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. മെയ് മാസത്തെ റേഷൻ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. റേഷൻ ഗ്യാസ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പുതിയ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം റേഷൻ അറിയിപ്പ്. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 30 കൂടിയിട്ട് അവസാനിക്കും. ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചതാണ് മെയ് മാസത്തെ റേഷൻ. അതുകൊണ്ട് തന്നെ ഇനി ആരും വാങ്ങാൻ ബാക്കി ഉണ്ടാകില്ല. ഇനി അത് ഈ ഒരു മാസം നീട്ടി നൽകുകയും ഇല്ല എന്നുള്ളതാണ്. 31-ാം തീയതി ഞായറാഴ്ച കൊണ്ട് തന്നെ അത് നീട്ടി നൽകില്ല. പിന്നെ ജൂൺ 1-ാം തീയതിയും സംസ്ഥാനത്ത് റേഷൻ കട അവധിയായിരിക്കും. ജൂൺ 2-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയും വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ റേഷൻ കടയിലെത്തി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ള ആളുകളെ വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസങ്ങളിൽ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗ്യാസ് സിലിണ്ടർ കാര്യത്തിലേക്ക് വന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്കെല്ലാം ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുണ്ട്. വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ നമുക്കെല്ലാം ഇപ്പോൾ ഈ ഒരു ഗ്യാസ് ലഭിക്കുന്നതിന് വലിയ താമസമാണുള്ളത്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ് ഇപ്പോൾ ബുക്കിംഗ് ഇടവേളയുള്ളത്. നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാസ് വീണ്ടും ബുക്ക് ചെയ്യുന്നതിന് 45 ദിവസം ഗ്രാമപ്രദേശങ്ങളിൽ എടുക്കണം. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസവും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നിബന്ധന ഇപ്പോഴും തുടരുകയാണ്. KYC ചെയ്യാത്തവർക്ക് ജൂൺ മാസം മുതൽ ഗ്യാസ് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. എത്രത്തോളം കൃത്യമാണ് എന്നറിയില്ല. അപ്പോൾ അത് ചെയ്യാത്ത ആളുകൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് കഴിയുന്നതാണ്. അതാത് ഗ്യാസ് ഏജൻസിയുടെ സൈറ്റിൽ കയറിയിട്ടും സാധിക്കും. ഇനി അതല്ല, അതാത് ഗ്യാസ് ഏജൻസികളുടെ മൊബൈൽ ആപ്പിലൂടെയും സാധിക്കുന്നതാണ്. അതിനു പുറമെ ഗ്യാസ് ഏജൻസിയിൽ എത്തിയാലും ഈ KYC നടപടി പൂർത്തീകരിക്കാം. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് KYC പൂർത്തീകരിക്കേണ്ടത്. ഇനി ആ ആൾ സ്ഥലത്തില്ല എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ ആ കാർഡിലെ അവർ ഉൾപ്പെട്ട റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും അവർ KYC പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന ആളുകൾ KYC ചെയ്യാത്തവർക്ക് കഴിഞ്ഞ മാസം മുതൽ തന്നെ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ല. അപ്പോൾ സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു KYC നടപടി അവരും ചെയ്യണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പൈപ്പ് ലൈനിലൂടെ PNG ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം LPG കണക്ഷൻ ഉള്ളവർ അതിലേക്ക് മാറുകയും LPG സിലിണ്ടർ തിരിച്ച് ഏൽപ്പിക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ഗ്യാസ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നോട്ടീസ് ലഭിക്കുകയോ മെസ്സേജ് വരികയോ ചെയ്യും. അത് വന്നതിന് ശേഷവും 15 ദിവസത്തിനകം തിരിച്ചേൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് റദ്ദാക്കുകയും പിന്നീട് ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. 2 കണക്ഷൻ ഉള്ള ആളുകൾ റദ്ദാക്കുകയും LPG കണക്ഷൻ നമുക്ക് വീട്ടിലേക്ക് ലഭ്യമാണ് എങ്കിൽ അത് കണക്ഷൻ എടുത്ത് LPG കണക്ഷൻ റദ്ദാക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.